സമ്മർ ആകുമ്പോഴത്തേന് ചെയ്യാനായിട്ട് പല പ്ലാനുകളും ഉണ്ടായിരുന്നു. സാഹചര്യ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളൊരു ഹൈക്കിങ്ങിന് പോയാലോ എന്ന് തീരുമാനിച്ചു. പോയി വഴിതെറ്റി ഞങ്ങൾ എങ്ങോട്ടോ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചെറുതായിട്ട് പണി പളിയുന്നു. വഴി തെറ്റി ഗൈസ്. അവിടുന്ന് കള്ളും മുള്ളുമെല്ലാം താണ്ടി ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേന് ദാ കിടക്കുന്ന ഒരു കോഷൻ ബോർഡ്. അത് കണ്ട് പേടിച്ച് കാർ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടന്നിട്ട് തീരുന്നില്ല. ഞങ്ങൾ നടക്കുന്തോറും ഓപ്പോസിറ്റ് വണ്ടി തുരുതുരാ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്. ഇതുവഴി വണ്ടി വരുമായിരുന്നു. തിരിച്ചു പോകാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ അങ്ങ് വെച്ചു പിടിച്ചു. അവിടെ ചെന്നപ്പോൾ അത് ആ ആകാശം മുട്ട ഒരു മല. അത് ഞങ്ങൾ വലഞ്ഞു പിടിച്ച് എങ്ങനെയോ കയറി 2-3 കിലോമീറ്റർ താണ്ടി നമ്മൾ ആ ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ എൻ്റെ പൊന്നെ, അതൊരു അപാര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ വെള്ളച്ചാട്ടവും ഈ മിസ്റ്റും എല്ലാം നമ്മുടെ മനസ്സിനെയും ബോഡീനെയും എല്ലാം കാം ഡൗൺ ചെയ്യുന്ന ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാൾസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞിലേ തൊട്ട് വെള്ളം കാണുമ്പോൾ പേടിച്ച് നിന്ന ഞാൻ എൻ്റെ ഭർത്താവായ ചേട്ടൻ വന്നതിന് പിന്നെ എന്നെ കണ്ടടത്തും എല്ലാം വലിച്ചിറക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഇതിൻ്റെ അടിവാരം വരെ ഞാൻ ചെന്നു ഗൈസ്. ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങി ചെന്നത് അതൊരു വെർത്ത് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അവിടുത്തെ വെള്ളത്തിലും എല്ലാം ഞങ്ങൾ കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ തിരികെ പോന്നു ഗൈസ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ.